ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു കൊച്ചിയിലെ കച്ചേരിപ്പടിയിലെ എക്സൈസ് റേഞ്ച് സോണൽ ഓഫീസിലേക്ക് ഇത്തരത്തിലേക്ക് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. ഈ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർ ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പിടിയിലായത്. ലഹരി ഉപയോഗിക്കാൻ ഇടം നൽകി എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലേക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് എക്സൈസ് തീരുമാനിച്ചത്. നോട്ടീസ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാനായി നേരിട്ടെത്താനായിരുന്നു നിർദ്ദേശിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അദ്ദേഹം എക്സൈസിനോട് ഇപ്രകാരമാണ് മൊഴി നൽകിയിരിക്കുന്നത്. അഷ്റഫ് ഹംസ മാത്രമായിരുന്നു രാവിലെ 7 മണിയോടുകൂടി ഫ്ളാറ്റിലെത്തിയത്. പിന്നീടാണ് ഖാലിദ് റഹ്മാൻ അവിടേക്ക് എത്തുന്നത്. ഇവർ ലഹരി കയ്യിൽ കരുതിയതായി തനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ എക്സൈസ് സമീർ താഹിർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം തന്നെ എക്സൈസ് നടത്തുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിർ ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. ഏതാണ്ട് 2 മണിക്കൂറോളം സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. NDPS 25 ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാൻ ഇടം സജ്ജീകരിച്ചു കൊടുത്തു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിജിത്ത്.